മകളെ, മക്കളില്ലാത്തവര്, ഗർഭിണികള് അവരുടെ വയറ്റിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും കണ്ടുമുട്ടി ആഹ്ലാദിച്ച് ഹല്ലേലൂയ പാടിയ ആത്മീയതയുടെ മണ്ണിലാണ് നീ കയ്യിൽ കാലിച്ചു വിട്ട് നിൽക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്വർഗം തുറക്കണ സമയമാണിത്. ഈ കാലത്തിലാണ്, ആരാധന നടക്കുന്ന ഒരു കാലത്തിലാണ് അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. അമ്മ ആരാധനയിലാണല്ലോ അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും, ശ്വാസകോശ രോഗികള്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവി കുറവുള്ളവര്, സംസാരിക്കാൻ വയ്യാത്ത മക്കള്, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങള്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളുകൾ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് നീതു. ഞാൻ ഇപ്പോൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് വന്നേക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ അറിഞ്ഞപ്പോൾ ഇവിടെ വരണം എന്ന് തോന്നി. ഇവിടെ വന്ന് ഉടമ്പടിയുടേതായ കാര്യങ്ങൾ അറിഞ്ഞു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ 6 നിയോഗങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അച്ഛൻ പറയുന്ന പോലെ അങ്ങനെ അത്ര വലിയ എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ അതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. ആ ഒരു സമയത്ത് എൻ്റെ നിയോഗമായിരുന്നു OET എഴുതി പുറത്തേക്ക് പോവുക എന്നുള്ളത്. എനിക്കങ്ങനെ ഇന്ന കൺട്രിയിൽ പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി ജോലി ചെയ്യണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനൊരു 3 പ്രാവശ്യം ഇവിടെ OET എഴുതി, എനിക്ക് കിട്ടിയില്ല. ആ 3 പ്രാവശ്യം എഴുതിയപ്പോഴേ ഞാൻ ആകെ തളർന്നു. 3ാമത്തെ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ഇവിടെ എനിക്ക് വരാനൊരവസരം കിട്ടി. ഞാൻ ഇവിടെ വന്നു നിന്നിട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ മുട്ടുകുത്തി ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇനിയൊരു പ്രാവശ്യം OET എഴുതാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ മതി, അമ്മ തന്നെ സെലക്ട് ചെയ്തോ എവിടെയാണ് ഞാൻ പോകണ്ടേന്നുള്ളത്. പക്ഷേ ഇപ്പം കിട്ടിയ ഈ ഒരു സ്കോർ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രാർത്ഥനയുടെ രൂപത്തിലായിരുന്നില്ല, അതൊരു കമ്മ്യൂണിക്കേഷനായിരുന്നു. ഞാനിവിടെ വന്ന് നിന്നു, കുറച്ച് നേരം കരഞ്ഞു, ഞാൻ പോയി. അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഓസ്ട്രേലിയക്ക് ഒരു കെയറർ സ്ട്രീമിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അധികമൊന്നും ചിന്തിക്കാതെ തന്നെ ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം നടന്നു. ഞാൻ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജൂൺ 21. അപ്പോൾ ഞാൻ ആ സമയം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് റിസൈൻ ഇട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അമ്മ കറക്റ്റായിട്ട് ജൂൺ 21 ഇവിടെ റിസൈൻ ഇടാനും അതിനടുത്ത മാസങ്ങളിൽ തന്നെ ഓസ്ട്രേലിയക്ക് പോകാനും അമ്മ സഹായിച്ചു. അത് അമ്മ തന്നെ സെലക്ട് ചെയ്തൊരു കൺട്രിയാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ സ്വപ്നത്തിൽ പോലും ഓസ്ട്രേലിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2022 ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ടുള്ള എൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് വീണ്ടും OET ആവശ്യമായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 3-4 തവണ എഴുതി കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന്. ഞാൻ എഴുതി. ആദ്യത്തെ തവണ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കിട്ടി. 2ാമത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. പക്ഷെ ആദ്യ സ്കോർ വെച്ചിട്ട് ഞാൻ പ്രൊസീജിയറുകളൊക്കെ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു പരാജയത്തിൻ്റെ നിര തന്നെയായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് പോയി. ഞാൻ കംപ്ലീറ്റ്ലി മാതാവിന് സറണ്ടർ ചെയ്തു. ഇതെനിക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും തവണ ഈ പരീക്ഷകൾ എഴുതി ഏതെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്കറിയാൻ പറ്റും ഇത് അമ്മ തന്നതാണ്, ഇത് ഉടമ്പടി വഴി കിട്ടിയതാണ്? ആ ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ കളിയാക്കാനുണ്ടായിരുന്നു ഉടമ്പടീനെ പറ്റിയും. അതിനകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുള്ളൂ ഇവിടെ വരുന്നതിലും ഉടമ്പടിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലുമെല്ലാം.
അപ്പോൾ എനിക്ക് അവർക്കും കൂടെ ഇത് എനിക്ക് അമ്മ തന്നതാണ് എന്ന് കൃത്യവും വ്യക്തവുമായുള്ള അടയാളത്തിൽ പറയണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു. പിന്നീട് പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. കാര്യം മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നെങ്കിലും എങ്ങനെയെന്നറിയില്ല ഞാൻ എഴുതിയും കൊണ്ടിരുന്നു. ഒരു മോർ ദാൻ 16 പ്രാവശ്യത്തിലധികം ഞാൻ ഒഴിട്ട് എഴുതിയിട്ടുണ്ട്, ഓരോരോ സബ്ജക്റ്റുകൾ, ഓരോരോ മോഡ്യൂൾ വെച്ചിട്ട്. അതിനകത്ത് അവസാനം പാസ്സായി. പക്ഷേ റിസൾട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടുത്തെ ഉടമ്പടിയുമായിട്ട് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട തീയതികളിലാണ് ഞാൻ എക്സാം എല്ലാം ജയിച്ചേക്കുന്നത്. ആദ്യത്തെ എൻ്റെ പരീക്ഷ ജപമാല റാലിയുടെ അന്ന് നടന്ന പരീക്ഷ. ആ പരീക്ഷയിലാണ് എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ ഡിസംബർ 7-ാം തീയതി അന്നത്തെ പരീക്ഷയിൽ എനിക്ക് ലിസണിങ് കിട്ടി. പിന്നീട് ഞാൻ എഴുതിയത് മെയ് മാസ വണക്കത്തിൻ്റെ ആ മാസം അവസാനത്തെ ആഴ്ചയിലുണ്ടായിരുന്ന പരീക്ഷ. അപ്പോൾ അത് എഴുതുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഇനിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വരില്ല, കാരണം ഞാൻ അത്രയ്ക്കും ടയേർഡായി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇനിയൊരു പരീക്ഷയ്ക്ക് ഞാൻ വരില്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 400 കിലോമീറ്റർ പോകണം ഓരോ തവണ പരീക്ഷ എഴുതാനും. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്, അതിനെ ഇട്ടിട്ടാണ് ഞാൻ ഈ പോയും വരെയൊക്കെ ചെയ്യുന്നത്. സംടൈംസ് അവനെയും കൊണ്ട് പോകുമ്പോൾ അതിനെയും കൂടെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് വിഷമിച്ച് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, അമ്മേ എനിക്ക് നീ തരാനുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം വേണം. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു നീല കളറ് വസ്ത്രമായിട്ട് ആരെങ്കിലും എൻ്റെ പരീക്ഷയ്ക്ക് അവിടെ ഉണ്ടാവണം, അതൊരു അടയാളമായിട്ട് ഞാൻ എടുക്കുമെന്നാണ് വിചാരിച്ചേ. എക്സാം ഭയങ്കര പാടായിരുന്നു. എല്ലാവരും വന്നിട്ട് ആ എക്സാം ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് കരയാണ്, കാരണം എനിക്ക് ഭയങ്കര പാടായിരുന്നു. പല ആൻസറും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് ഒരു നീല കളറ് ഗൗൺ ഇട്ടിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചില്ല. അവർ എന്തോ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നീ തരുവാണെന്നുണ്ടെങ്കിൽ ഈ മെയ് മാസം അവസാനത്തിന് മുൻപ് ഒരു 5 ഡേയ്സ് കൂടി ഉള്ളൂ മെയ് മാസം തീരാനായിട്ട്, അതിനുള്ളിൽ എനിക്ക് എൻ്റെ റിസൾട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊട്ടും പോസിബിൾ അല്ല, കാരണം OETയുടെ റിസൾട്ട് വരാൻ ഒരു 3 ആഴ്ചയെങ്കിലും സമയമെടുക്കും. പക്ഷേ പരീക്ഷ എഴുതി ആ 5-ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. അത് എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ അമ്മ എനിക്ക് തന്നു. അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു. 2-ാമത്തെ കടമ്പയിലേക്ക് വന്നു, IQN തിയറി. അതിനകത്ത് 2 സെക്ഷനാണുള്ളത്, ഒന്ന് കാൽക്കുലേഷനും 2-ാമത്തെ തിയറിയും. അതിനകത്തും പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് എന്നെ സഹായിച്ചു. കാരണം ആ പരീക്ഷയിൽ കാൽക്കുലേഷൻസിൽ ഒരെണ്ണം തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അന്നേരം തന്നെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഈ പരീക്ഷ ജയിച്ചാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അത് പറഞ്ഞിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞു. അന്ന് എനിക്ക് ഫിസിക്കലി ഞാൻ ഭയങ്കര സിക്കായിരുന്നു. എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് ചിന്തിച്ച സമയം. ആ സമയത്ത് ആ ഓപ്ഷനിൽ ഒരു 7 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ആ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. കൂടുതലൊന്നും ചിന്തിക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. പരീക്ഷ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഞാൻ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടി. അന്നേരം ഞാൻ എൻ്റെ പാസ്പോർട്ട് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇനി എന്നെ നീ ഇവിടെ വരുത്തിക്കരുത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലി. ആ ജപമാല തീരുന്നതിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പോഴേ ഞാൻ തീരുമാനിച്ച് ഇങ്ങോട്ട് വരൂ എന്നുള്ളത്. 3-ാമത്തെ എൻ്റെ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഓസ്കിയാണ്. അപ്പോൾ ഓസ്കിക്ക് ഞാൻ ന്യൂസിലാൻഡിൽ പോകണം. ആ ഒരു എക്സാമിന് എനിക്ക് കിട്ടുന്ന ഡേറ്റ് ഈ വർഷം ജൂൺ 22-നാണ്. അപ്പം ഞാൻ ഈ തിയറി എക്സാം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2025 ഡിസംബർ 7. അതിനുള്ളിൽ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം എഴുതി എൻ്റെ ബൈബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് വായിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ഒരു ഡേറ്റ് എഴുതി വെച്ചിട്ട് നിനക്കത് കിട്ടിയില്ലല്ലോ, നിനക്കിപ്പോൾ ജൂൺ 22-നല്ലേ ഇങ്ങനെ ഒരു ഡേറ്റ് കിട്ടിയേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള കോച്ചിങ്ങിനൊക്കെ ഡേറ്റ് എടുത്തു. അപ്പോൾ അവരോടും ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് എക്സാമിനുള്ള ഡേറ്റ് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം മുന്നോട്ടേക്ക് നീക്കും. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മാർച്ച് 23-ന് ശേഷം ആയിരിക്കും നിനക്ക് കിട്ടുക, അതിന് മുന്നേ ഒരു ഡേറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഡിസംബർ 3-ാം തീയതിക്ക് എനിക്ക് ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞു. അത് അസാധ്യമായിട്ടൊരു കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം എക്സാം കഴിഞ്ഞിട്ട് വിത്തിൻ 3 മന്താണ് ഞാൻ ഓസ്കിക്ക് വേണ്ടി പോകാൻ പോണത്. അത് ഭയങ്കരമായിട്ട് അസാധ്യമായിട്ടൊരു കാര്യമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അങ്ങനെ ഞാൻ ഡേറ്റ് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരും എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ് കിട്ടിയേ എന്ന് ചോദിച്ചു. എക്സാമിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം പേടി എന്ന് പറയുന്നത് വരുന്നതേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായി എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അത്യാവശ്യം എക്സാം എന്ന് കേൾക്കുമ്പോൾ അത്യാവശ്യം പേടിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ അന്നത്തെ ആ 3 ദിവസത്തെ എക്സാമിന് എനിക്ക് ഒരു പേടിയില്ല. ഞാൻ അവിടെ ചെന്നു. എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഞാനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികമൊന്നും വായിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിൽ ആരോ ഉറപ്പിച്ച് വെക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എല്ലാ ദിവസവും അപ്പം അന്ന് ഞാനൊരു അടയാളം പറഞ്ഞു, എനിക്ക് കിട്ടുന്ന റൂംമേറ്റ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളായിരിക്കണം. അത് ഞാൻ അന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഞാൻ അവിടെ ചെന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തൊരു കുട്ടിയാണ് എനിക്ക് റൂംമേറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ വീണ്ടും എനിക്ക് ധൈര്യം കൂടി. എക്സാമിൻ്റെ അന്ന് ഞാൻ പോയി. എക്സാം ഭയങ്കര കൂളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കൂടെയുള്ള എല്ലാവരും ഓരോരോ ആൻസറും എല്ലാം പറയുമ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ നേരമില്ല. ഞാൻ നന്ദി പറഞ്ഞിട്ടിരിക്കുക. കാരണം എനിക്കറിയില്ല ഞാൻ എത്ര കൂളായിട്ട് ഈ പരീക്ഷ എങ്ങനെ എഴുതിയെന്നുള്ളത്. എക്സാം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ 2-3 പേരുണ്ട്. അവർക്ക് കൃപാസനത്തിൽ വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവിടെയും ഞാൻ പോയിട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പത്രം കൊടുക്കും. അവരോട് പറയും, ഞാൻ ഈ എക്സാമിന് ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുൻപേ ഇന്ന് ഇവിടെ വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ അമ്മ വഴി തന്നെയാണ്. അമ്മയാണ് എനിക്ക് അത്രയും വിശ്വാസം തന്നത്. അപ്പോൾ ഈ സഹനങ്ങളാണ് എനിക്ക് ഇത്രയും വിശ്വാസം തന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും തവണ ഞാൻ തോറ്റപ്പോഴും ഒരു തവണ പോലും ഉടമ്പടീനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്നോട് പറയുവാണ്, നിനക്ക് നീ ഉടമ്പടി എടുത്തിട്ടും നിനക്ക് കിട്ടിയില്ല എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അവരോടൊരു ചെറിയ ദേഷ്യം തോന്നും. കാരണം അവരെൻ്റെ അമ്മേനെ കുറ്റം പറയുന്ന പോലെ എനിക്ക് തോന്നും. അപ്പം ഞാൻ അമ്മയുടെ അടുത്തും പറയും, അമ്മേ ഇവരെന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്ത് മറുപടി ഞാൻ കൊടുക്കും? എന്തിനാണ് എന്നെ ഇത്രയും തോൽപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയത്, ഇത്രയും തോൽവികൾ വന്നപ്പോൾ ഞാനൊരു ബേസിക് ലെവലിൽ നിന്ന് എൻ്റെ വിശ്വാസം അതങ്ങോട്ട് ആഴപ്പെട്ടു. എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ഞാൻ കരകയറി പോരും, എന്നെ കരകയറ്റി കൊണ്ടുവരാൻ ആളുണ്ട് എന്നൊരു ധൈര്യം എനിക്ക് വന്നു. അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ടിന് മുൻപ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് എൻ്റെ മമ്മി വിളിച്ചപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, മമ്മി ഞാൻ ഈ എക്സാം പാസ്സാവും, എന്നെ അമ്മ പാസ്സാക്കിക്കും. കാരണം ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവല്ല, അത് അമ്മയുടെ കഴിവാണ്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. ജാനുവരി 22 ശേഷം റിസൾട്ട് വരുമെന്ന് പറഞ്ഞത് ഡിസംബർ 14-15 ആയപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതും പരിശുദ്ധ അമ്മ എന്നെ എടുത്തുയർത്തി. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ എൻ്റെ എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിലും പരിശുദ്ധ അമ്മയുടെ കൃത്യമായിട്ടുള്ള അടയാളമുണ്ട്. എനിക്ക് ഇത് തന്നത് ഞാനാണ് ഈ ഷോയിൽ നിന്നും ഇത് വാങ്ങി തന്നത് എന്ന് ആർക്കും തർക്കിച്ച് ചെയ്യിക്കാൻ പറ്റാത്ത വിധം അമ്മ അതിനുള്ള അടയാളം എനിക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ്, എനിക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വിസ വേണം. വീണ്ടും എനിക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണമായിരുന്നു, PTE. അത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം എഴുതി കിട്ടിയില്ല, രണ്ടാമത് എഴുതി റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, മൂന്നാമത് എഴുതി കിട്ടിയില്ല. അന്നേരം വിഷമായി. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇനിയൊരു പരീക്ഷ എഴുതാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. എന്തുകൊണ്ടാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് തന്നെ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആകെ തളർന്നു, എനിക്കിനി പോവാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്കൊന്ന് റീവാലുവേഷന് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട, വെറുതെ പൈസ കളയുന്ന ഒരു കാര്യമാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അടുത്ത ഡേറ്റിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടിരുന്നു. ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ വരുമ്പോൾ വെബ്സൈറ്റ് ക്ലോസ് ആയി പോകും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ എനിക്ക് 4ാമത് എനിക്ക് ദേഷ്യം വന്നു. കാരണം റിസൾട്ട് വന്ന് ഫെയിലായിട്ടിരിക്കണതിൻ്റെ വിഷമം. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ലാപ്ടോപ്പ് വഴി ചെയ്തു നോക്ക്, പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി. അതിനകത്തും സെയിം, എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് എൻ്റെ കണ്ണിൽ പെട്ടു. അതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആളോടൊന്നും ചോദിക്കാതെ ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. വിത്തിൻ 2 റിങ്സ് അവർ കോൾ അറ്റൻഡ് ചെയ്തു. അവരെന്നോട്
പേയ്മെൻറ്റിനെ പറ്റി അവർ സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആണ് അവർ പറയുന്നത്, നീ വേറൊരു ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് റീവാലുവേഷന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അമ്മയാണ് അത് എന്നെ ബ്ലോക്ക് ചെയ്യിച്ചത് റീവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും കൊടുക്കുമ്പോഴും എനിക്ക് വിശ്വാസമില്ല. അവരും എന്നോട് പറഞ്ഞു, കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, നിനക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം സ്കോർ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഹ്യൂമൻ ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്കോർ കുറയാനാണ് ചാൻസ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചു കൊടുത്തു. ആ സമയം തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. എനിക്ക് അധികം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന സമയം ജപമാല ചൊല്ലും. പിന്നെ ഞാനും അമ്മയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ. എപ്പോഴും ഞാനിങ്ങനെ സംസാരിച്ചിട്ടിരിക്കും. അത് ചിലപ്പോൾ ഞാൻ തനിയെ വർത്തമാനം പറയുന്ന പോലെ എല്ലാവർക്കും തോന്നും. പക്ഷേ എങ്കിലും ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മേ എന്താ ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിയതിന് നന്ദി പറയും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കാവലിരിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ അന്നത്തെ 2ാമത്തെ ദിവസം റീവാലുവേഷന് കൊടുത്ത് 2ാമത്തെ ദിവസം രാത്രി ഒരു 12:15 ആയപ്പോൾ ഭയങ്കര മാനസിക വിഷമത്തിലിരിക്കുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത്രയും സഹനങ്ങളായില്ലേ, ഇനിയും ഞാൻ എന്തുമാത്രം സഹിക്കണം, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി, ഇനി ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇനിയും ഞാൻ സഹിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേയധികം കരഞ്ഞ്. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഈ കണ്ണീരടക്കം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് ഞാനിങ്ങനെ തറപ്പിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ച് ബൈബിള് വായിച്ച് ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ എനിക്കൊരു റിസൾട്ട് വന്ന് കിടക്കുകയാണ്. അതെൻ്റെ ഞാൻ എഴുതിയ PTEയുടെ റിസൾട്ടാണ്. എനിക്ക് വേണ്ടിയ കറക്റ്റ് സ്കോർ, എനിക്ക് വേണ്ടത് 60 എനിക്ക് 63 തന്നു. അത് അമ്മ തന്നെ തന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ എല്ലാ ഘട്ടത്തിലും അമ്മയുടെ കയ്യൊപ്പ് വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. കാരണം അതെൻ്റെ വിശ്വാസം പോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കിയവരുടെ വിശ്വാസം കൂടെ വർദ്ധിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് അമ്മ തന്ന അടയാളമാണെന്ന് എനിക്കറിയാം. അന്നത്തെ ആ റിസൾട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു വചനം ആരോ എനിക്ക് എറിഞ്ഞിട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ അരുത്. ഇത് ഞാനായിട്ട് പറഞ്ഞ വചനമല്ല, ഞാനായിട്ട് തേടി പിടിച്ചെടുത്ത വചനമല്ല, അത് എനിക്ക് ഇങ്ങോട്ടേക്ക് ആരോ എറിഞ്ഞു തന്ന വചനമാണ്. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞിട്ടാണ് ആ ഒരു ജേണിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഈ റിസൾട്ടിൻ്റെ കാര്യം ഇവിടെ ഈ അൾത്താരയിൽ വന്നിട്ടേ ഞാൻ ആരോടും പറയൂ, ഞാൻ വേറെ ആരോടും ഈ ഒരു കാര്യം പറയില്ല. പക്ഷേ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു, എൻ്റെ മമ്മി കൂടെ ഉണ്ടായിരുന്നു. മമ്മീനോടൊന്നും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു മിറാക്കിൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ മമ്മീയുടെ അടുത്ത് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ സഹനങ്ങൾ, എൻ്റെ വിശ്വാസം അത്രയ്ക്കും എന്നെ ആഴപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് പേഴ്സണലി അത്ര അറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു ഫാമിലീനെ ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ്. ഫിസിക്കലി വയ്യാതിരിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും 3 പിള്ളേരും ഉള്ളൊരു ഫാമിലി. അവർ എല്ലാ മാസവും ഞാനൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുവാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയി ഓസ്ട്രേലിയയിൽ കൊടുത്തവർക്ക് ഞാൻ കൊടുക്കാറില്ല, വേണ്ടാന്ന് പറയുന്നവർക്കും ഞാൻ കൊടുക്കാറില്ല. കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കൊടുക്കാറുള്ളൂ. അതിൻ്റെ കൂടെ കാശ് രൂപം കൂടെ ഞാൻ കൊടുക്കാറുണ്ട് അവർക്ക്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും വാങ്ങി തന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.